ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തുർക്കിഷ് പൊറോട്ടയാണ്. അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക. ഇപ്പോൾ പൊറോട്ട എന്ന് പറയുമ്പോൾ വലിയ റിസ്ക് ഉള്ളൊരു സംഭവമാണെന്ന് വിചാരിക്കേണ്ട. സാധാരണ നമ്മുടെ കേരള പൊറോട്ട പോലെ വീശി അടിക്കാനോ അങ്ങനെ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നുമില്ല. അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ നോർമൽ പൊറോട്ട പോലെ തന്നെ ഇങ്ങനെ കണ്ടോ ലെയറുകളായിട്ട് തന്നെ വരികയും ചെയ്യും. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ദോശ, ഇഡ്ഡലി അങ്ങനെ കഴിച്ച് മടുത്തവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദപ്പൊടി എടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ 2 കപ്പ് മൈദയിലാണ് എടുക്കുന്നത്. അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇളം ചൂടുള്ള വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. സാധാരണ പൊറോട്ട നമ്മൾ പച്ചവെള്ളത്തിലായിരിക്കും കുഴച്ചെടുക്കുക. ഇതൊരു ഇളം ചൂടുള്ള വെള്ളം വേണം എടുക്കാൻ. സാധാരണ നമ്മൾ പൊറോട്ടയിൽ ഇപ്പോൾ കേരള പൊറോട്ട ആണെങ്കിൽ മുട്ട അതുപോലെ ഓയിലൊക്കെ ചേർക്കും. ഇതിൽ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, പക്ഷേ ഞാൻ ഇവിടെ ചേർക്കുന്നില്ല. ഓയിൽ വളരെ കുറച്ചേ യൂസ് ചെയ്യണുള്ളൂ. ഇതിൽ ഇളം ചൂടുവെള്ളത്തിൽ തന്നെ കുഴക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഓവറായി പോവാതെ നോക്കുക. കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ച് നോക്കുക. എന്നിട്ട് കുറവാണെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 2 കപ്പ് മൈദാമാവ് എന്ന് പറയുമ്പം 1/2 കിലോ ആണ് ഉണ്ടാവുക. ഇതുകൊണ്ട് നമുക്കൊരു 7-8 വരെ പൊറോട്ട കിട്ടും. അപ്പോൾ ഞാൻ കുഴച്ചിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ച് നല്ല മയപ്പെടുത്തിയെടുക്കണം. നമ്മളൊരു അരമണിക്കൂറൊക്കെ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ സാധാ പൊറോട്ടയാണെങ്കിൽ നമ്മൾ 6-7 മണിക്കൂറൊക്കെ വെക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവസാനം പുറമേ കുറച്ച് ഓയിലാക്കി കൊടുക്കണം. ഇത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ പുറം ഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയാണ്. നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചു അരമണിക്കൂർ നേരത്തേക്ക്. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്നുകൂടി കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ബോൾസാക്കി എടുക്കുക. ഇപ്പോൾ 1/2 കിലോ കൊണ്ട് നമുക്ക് നോക്കാം ഏകദേശം എത്ര എണ്ണം ഉണ്ടാവുമെന്ന്. 6, 7, 8 ആ വലുപ്പത്തിനനുസരിച്ചാണ്. എനിക്കിവിടെ ഏകദേശം 6 എണ്ണമൊക്കെയാണ് ഉണ്ടായത്. 8 വരെയൊക്കെ പോവാം. ചെറുതാണ്. ഇപ്പോൾ ചെറിയ വലുപ്പത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കോയിൻ പൊറോട്ടയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചെറിയ വലുപ്പത്തിലാണെങ്കിൽ 8 വരെയൊക്കെ പോകാവുന്നേ ഉള്ളൂ ഇതിന്. ഇനി ഇത് ഓരോന്നിങ്ങനെ ഉരുട്ടിയെടുക്കുക. നമുക്ക് പരത്തിയെടുക്കാനുള്ളതാണ്. സാധാരണ പോലെ പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഒരു ഷേപ്പ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പൊടി വെതറിയിട്ടല്ല പരത്തുന്നത്. ഓയിൽ കുറച്ചാക്കിയിട്ടാണ്. കുറച്ച് മതി. ഞാനിപ്പോൾ ഇതുപോലെ ദോശയൊക്കെ ചുടുമ്പോൾ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കൂലേ, അതുപോലെ മതി. പരത്തുമ്പോൾ നമ്മൾ ഇതിങ്ങനെ നീട്ടിയിട്ട് വേണം പരത്താൻ, റൗണ്ട് ഷേപ്പിലല്ല. ഇതൊന്ന് മടക്കി കൊടുക്കണം. ഇതായി കാണുന്ന പോലെയാണ് നമ്മൾ മടക്കുക. ഗോതമ്പ് പൊറോട്ട മടക്കണ പോലെ അല്ല കേട്ടോ. ഇങ്ങനെ ഒന്നൊന്നായിട്ട് തന്നെ മടക്കിയെടുക്കുക. നമ്മൾ സാരി പ്ലീറ്റ് എടുക്കണ പോലെ അല്ല. ഇതുപോലെയാണ് മടക്കിയെടുക്കുക. എന്നിട്ട് ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഈ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇങ്ങനെ റോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഈ കാണുന്ന പോലെ ആക്കുക. നമ്മൾ സാധാ പൊറോട്ട ചെയ്യണത് പോലെ ഇങ്ങനെ ഒരുപാട് സമയം വീശി അടിക്കുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇതവിടെ വെച്ചിട്ട് ബാക്കി എല്ലാം ചെയ്തെടുക്കുക. ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കുക. പരത്തുമ്പോൾ പരമാവധി കനം കുറച്ച് പരത്താൻ വേണ്ടി നോക്കുക. നമ്മളിനി ഇത് വീണ്ടും പരത്തും. പൊറോട്ട ആക്കിയിട്ട് പരത്തിയെടുക്കും. ആ സമയത്ത് ആദ്യമൊക്കെ ചെയ്ത് വെച്ചത് നമ്മൾ ആദ്യം തന്നെ എടുത്താൽ മതി. അപ്പോൾ അത്രയും സമയം അവിടെ റെസ്റ്റ് ആയിക്കോട്ടെ.
ഇങ്ങനെ റോൾ ചെയ്യുന്നതൊക്കെ ശരിക്കും സാധാരണ പൊറോട്ട പോലെ തന്നെ തോന്നും. ഇപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ പരമാവധി കുറച്ച് യൂസ് ചെയ്താൽ മതി. പക്ഷേ അത് അവിടെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എണ്ണ ആക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഇനി വീണ്ടും ആ റോൾ ചെയ്ത് വെച്ചത് പരത്തിയെടുക്കുകയാണ്. നമ്മൾ ഒരുപാട് ഓയിലൊന്നും യൂസ് ചെയ്യാത്തത് കാരണം തന്നെ പരത്തുമ്പോൾ കുറച്ചൊരു കട്ടിയുള്ളത് പോലെ തോന്നും. അത് പ്രശ്നമാക്കണ്ട. മാത്രമല്ല നമ്മൾ ചൂടുവെള്ളത്തിലാണ് കുഴച്ചിട്ടുള്ളത്. ചൂടുവെള്ളത്തിൽ കുഴച്ചത് കാരണം പരത്താൻ കുറച്ചും കൂടി ഈസി ആവുകയാണ് ചെയ്യുക. കാരണം അതിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി ഒന്ന് കുറയും. വലുപ്പമൊക്കെ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞാൻ ഒരുപാട് വലുപ്പത്തിൽ പരത്തിയിട്ടില്ല. ഇനി ഇതൊന്ന് എഗ് വാഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലുള്ളത് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നിർബന്ധമല്ല, ഓപ്ഷണലാണ്. പൊറോട്ടയിൽ തന്നെ ഉപ്പുണ്ടാവും. മല്ലിച്ചപ്പ് മുട്ടയും നിർബന്ധമാണ്. ഒന്ന് എഗ് വാഷ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പുറമേ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഭാഗത്ത് മാത്രം ചെയ്താൽ മതി. ഏകദേശം ഒരു സ്പൂണൊക്കെ ആവശ്യം വരുള്ളൂ. പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാതെ തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാവുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയും കൂടിയും ചെയ്യുന്നത്. പിന്നെ തുർക്കിഷ് പൊറോട്ട എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തുർക്കിഷ് പാൻകേക്ക് എന്ന് പറഞ്ഞാൽ അതിൽ എഗ് വാഷ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. ഇനി അടുത്തത് നമ്മൾ പരത്തിയെടുക്കുകയാണ്. എല്ലാം ഇതുപോലെ തന്നെ ചെയ്യുക. ചുട്ടെടുക്കുമ്പോഴും നമ്മൾ ഇപ്പോൾ ദോശയ്ക്കൊക്കെ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുമല്ലോ, അങ്ങനെ വളരെ കുറച്ച് ഓയിൽ മതി, ഒരുപാട് വേണ്ട. മല്ലിച്ചപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ചുട്ടെടുക്കുകയാണ്. ഇനി എല്ലാം ചെയ്ത് കഴിഞ്ഞു. കുറച്ച് ഓയിൽ ഇതാ ഞാൻ ഈ ചെയ്യണത് പോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, ഒരുപാട് വേണ്ട. ചുട്ടെടുക്കുമ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇടുക, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. കാരണം ഒരുപാട് ഓയിലൊന്നും ഇല്ലല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആകൊന്നും വേവാതെ വരും. ആദ്യത്തെ തവണ ഇട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ അധികം സമയം എടുക്കാതെ തന്നെ തിരിച്ചിടണം. പ്രത്യേകിച്ചും നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ മുട്ടയാണല്ലോ ഉള്ളത്, അപ്പോൾ അത് അവിടെ ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൂടിയാണ്. പിന്നെ നോർമൽ പൊറോട്ട പോലെ നമ്മളിത് അടിച്ചെടുക്കുന്നൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ സൈഡൊക്കെ കരിഞ്ഞു പോവും, പുറം ഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ ഇതെങ്ങനെ ലെയറുകളായിട്ട് കാണും. അത് നമ്മൾ അങ്ങനെ സാധാരണ പോലെ നമ്മൾ പൊറോട്ട ഇങ്ങനെ അട്ടിക്ക് ഇതായിട്ട് വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയൊന്നും വേണ്ട. മുട്ട അപ്ലൈ ചെയ്തിട്ടുള്ള സൈഡ് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. കാരണം മുട്ടയാണല്ലോ, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യുക. രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ച് ഇതുപോലെ അങ്ങ് വേവിച്ചെടുക്കുക. ടോട്ടൽ ഇപ്പം നമ്മൾ ഒരു പൊറോട്ടയ്ക്ക് വേണ്ടി ഒരു സ്പൂണ് ഓയിലൊക്കെ തന്നെ ആവുള്ളൂ. പിന്നെ എഗ്ഗ് ഇഷ്ടമല്ല എങ്കിൽ അത് ചിലർക്കൊന്നും ഇഷ്ടമില്ലാത്തതുണ്ടാവും, കുറവായിരിക്കും ഇഷ്ടമില്ലാത്തവർ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ മല്ലിച്ചപ്പ് കൂടി എങ്ങനെ ഇടും എന്നുള്ളത് ആലോചിക്കേണ്ടി വരും. പക്ഷേ തുർക്കിഷ് പൊറോട്ടയുടെ ഒരു മെത്തേഡ് തന്നെ എങ്ങനെയാണ്. ഇനി ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അതിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. ഒരു മുട്ട എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഒരു മുട്ട എന്നുള്ളത് നമുക്ക് അരമുട്ടയൊക്കെ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ 1 കിലോ കൊണ്ട് പൊറോട്ട ഉണ്ടാക്കുമ്പോഴും ശരിക്കും നമുക്ക് ഒരു മുട്ട തന്നെ ഇതിന് ആവശ്യം വരുള്ളൂ. കുറേശ്ശെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ശരിക്കും ആ മല്ലിച്ചപ്പിനെ അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയും കൂടി ആയിരിക്കും ഒരുപക്ഷെ അങ്ങനൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ ഒരുപാട് സമയം ഒന്നും എടുക്കുന്നില്ല ഇതിന്. മാത്രമല്ല ഓയിലും വളരെ കുറച്ച് മതി. റെസ്റ്റ് ചെയ്യാൻ അരമണിക്കൂറേ വെക്കണുള്ളൂ.
അപ്പോൾ ടോട്ടൽ 1/2 മണിക്കൂറിൻ്റെ ഒരു പണിയേ ഉള്ളൂ. ഇപ്പോൾ രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ മാവൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ കറിയോ ബാക്കി പണികളെല്ലാം കഴിയുമ്പോഴേക്കും 1/2 മണിക്കൂറാവും. അപ്പോഴേക്കും നമുക്കിത് ചുട്ടെടുക്കുകയും ചെയ്യാം. ഈസിയാണ്. കുട്ടികൾക്കൊക്കെ ഒരു പൊറോട്ട കഴിക്കുന്ന ഒരു ഫീലും കൂടിയും കിട്ടും. പൊറോട്ട എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കുമല്ലോ. മാത്രമല്ല ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയൊന്നും വേണ്ടതാനും. അപ്പോൾ ഉണ്ടാക്കാനും ഈസിയാണ്. ഇനി കുറച്ച് ഹെൽത്തി ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദയും 1 കപ്പ് ഗോതമ്പ് മാവും അങ്ങനെയും ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ ശരിയായ മെത്തേഡ് കംപ്ലീറ്റ് മൈദമാവ് യൂസ് ചെയ്യണമായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. നമ്മൾ അടിക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നല്ല ലെയറുകളായിട്ട് തന്നെ വരും. അപ്പോൾ ഞാൻ ഏകദേശം എല്ലാം തന്നെ ചുട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സംഭവം. കണ്ടോ, ശരിക്കും നമ്മളെ പൊറോട്ട പോലെ ലെയറുകളൊക്കെ വന്നിട്ടുണ്ട്. അത്ര തന്നെ ലെയറുകൾ ഉണ്ടാവില്ല, കാരണം അടിച്ചെടുക്കുന്നൊന്നുമില്ല. പക്ഷേ നല്ല ടേസ്റ്റിയാണ്. ഈ എഗ് വാഷ് ചെയ്യണത് കാരണം ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്